സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. ഡൂംസ്ഡേ പടത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അതിൽ ഓരോ മെയിൻ ക്യാരക്ടേഴ്സ് ഏതൊരു രീതിക്ക് ആ ഒരു പടമായിട്ട് എങ്ങനെ കണക്ട് ആയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ലീക്കുകളും പരിപാടികളും ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക ഇവിടെ വരും, അയൺമാൻ ഇവിടെ വരും, ഡോക്ടർ സ്ട്രേഞ്ച് ഇവിടെ വരും, സ്പൈഡർമാൻ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സിനും ഡൂംസ്ഡേയിൽ എവിടെ ഫിറ്റിനാവും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ മെയിനായിട്ട് മാർവലിനെ പറ്റിയിട്ടുള്ള ഒരു മെയിൻ ബസ് എന്ന രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ അടുത്ത ലീക്കുകളിലൂടെ എല്ലാം കേട്ടിട്ടുള്ള ഒരു പെരിയ പേരുകളിലെല്ലാം വിട്ടുപോയിട്ടുള്ള ഒരു പേരായിരുന്നു സ്കാർലെറ്റ് വിച്ചിന്റെ. മൊത്തത്തിൽ ഇപ്പോൾ മാർവലിൽ സ്കാർലെറ്റ് വിച്ചിന്റെ അല്ലെങ്കിൽ വാണ്ടയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ആർക്ക് ഒരു വിധത്തിൽ കംപ്ലീറ്റ് ആക്കി ഒന്ന് പടമാക്കി വെച്ചേക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അവിടെ നിന്ന് എങ്ങനെയാണ് വീണ്ടും ഈ ഒരു ക്യാരക്ടറിനെ മാർവലിലോട്ട് ഡൂംസ്ഡേയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഏറെക്കുറെ തിയറികളും പരിപാടികളൊക്കെ കറങ്ങി നടപ്പുണ്ട്. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ എൻഡിങ്ങിൽ നിന്നും ഡൂംസ്ഡേയിലോട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ ഏതൊരു രീതിയിലാണ് ഡൂംസ്ഡേ ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്, ഡൂംസ്ഡേയിൽ എന്തൊരു വലിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് കറങ്ങി നടക്കുന്ന തിയറികളും പരിപാടികളും ഒക്കെ കൂട്ടി കത്തിച്ചുള്ള ഒരു പരിപാടിയായിരിക്കും ഈ ഒരു വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. മാർവലിൽ തന്നെ ഇതിനോടകം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള വൺ ഓഫ് ദ പവർഫുൾ ക്യാരക്ടറായിട്ട് തന്നെയാണ് വാണ്ടയെ മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്നായിരുന്നു ആ ഒരു പടത്തിന്റെ പേരെങ്കിൽ പോലും ടൈറ്റിൽ മാത്രമേ ഡോക്ടർ സ്ട്രേഞ്ച് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുൾ സ്കോറിംഗ് എന്ന് പറയുന്നത് വാണ്ട തന്നെയായിരുന്നു. വാണ്ടയുടെ ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ആയിരുന്നു പടത്തിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. സോ ടൈം ലൈനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, മൊത്തത്തിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഒരു ടൈം ലൈനെ വളച്ചൊടിക്കാൻ പറ്റും, സ്റ്റേബിലിറ്റി നശിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് പവേഴ്സ് വാണ്ടയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ ഈ പടങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ആക്ച്വലി അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി പ്ലാനിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഹീ ഹു റിമെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാങ്ങിന്റെ ഒരു വേരിയന്റുമായിട്ട് ഈ വാണ്ടയുടെ ക്യാരക്ടർ കൈ കോർത്തിട്ട് ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു സ്ക്രിപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ വന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ആ പടം ഇനി വെളിച്ചം കാണാത്തതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഫർദർ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാങ് ഡൈനാസ്റ്റി പടത്തിൽ തന്നെ ഈ ഒരു വാണ്ടയ്ക്ക് അവർ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇൻവോൾവ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ അപ്പാടെ ഒഴിവാക്കാനുള്ള ഒരു പ്ലാൻ മാർവലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ എന്തായാലും അവഞ്ചേഴ്സിന്റെ ഇനി വരാൻ പോകുന്ന രണ്ട് പടങ്ങളിലും പുള്ളിക്കാരുടെ ഒരു സ്വാധീനം കാണാം. സോ അതെങ്ങനെ എവിടെ എന്നുള്ളൊരു കാര്യത്തിലാണ് മെയിനായിട്ട് സംശയം കിടക്കുന്നത്. സോ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് തിയറികളാണ് ഇപ്പോൾ വരുന്നത്. സോ അതിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് നോക്കാം നമുക്ക്. വാണ്ടയ്ക്ക് അവഞ്ചേഴ്സിൽ എന്ത് കാര്യം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഡൂമിന്റെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ എന്താണെന്ന് നമ്മൾ ഒന്നുകൂടെ നോക്കണം. ഇൻകേഷൻ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കി മൊത്തം വേൾഡ്സ് ഒരുമിച്ച് ചേർത്ത് ഒരു ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിലുള്ള ആൾക്കാരുടെ മൊത്തം ഒരു കിങ് ആയിട്ട് മാറുക എന്നുള്ളതാണ് ഡൂമിന്റെ അൾട്ടിമേറ്റ് എയിം. സോ കോമിക്സിൽ ഈ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൂം ബിയോണ്ടേഴ്സിനെ തന്നെ കൊന്ന് ബിയോണ്ടേഴ്സിന്റെ ആ ഒരു പവർ മൊത്തം എക്സ്ട്രാക്ട് ചെയ്ത് സ്വന്തം പവറിലോട്ട് കൂട്ടിച്ചേർക്കുന്ന പോലെ ആയിരിക്കും കോമിക്സിൽ കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ബിയോണ്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് പോകും. കാരണം ഇതിന് മുമ്പ് ഇനി ഒരു ബ്രാൻഡ് ന്യൂഡേ എന്നുള്ള ഒരു പടം മാത്രമേ ഉള്ളൂ, അതിനുശേഷം നേരെ ഡൂംസ്ഡേയിലോട്ടാണ്. സോ അതിന് മുമ്പ് ഈ ഒരു ക്യാരക്ടറിനെ ആൾക്കാർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറെ ടൈം ഇല്ല അവർക്ക്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിയോണ്ടേഴ്സിനെ വെച്ചിട്ടുള്ള പ്ലോട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു ബിയോണ്ടേഴ്സിന് പകരം മറ്റേ പവർഫുൾ ആയിട്ടുള്ള മാർവൽ ഇതിനോടകം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഹീറോസിനെ എല്ലാം ബീറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു പവർ ഒക്കെ കൂടെ ഡൂം എക്സ്ട്രാക്ട് ചെയ്യുന്ന പോലെയാണ് സ്റ്റോറി പോകാൻ പോകുന്നതാണ് അറിയാൻ കഴിയുന്നത്. വാൻഡവിഷൻ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ടൈം മാനിപ്പുലേഷൻ എന്നുള്ള പരിപാടിയൊന്നും വാണ്ടയ്ക്ക് അത്ര പുത്തിരിയൊന്നുമല്ല. സോ ഈ ഒരു കാര്യമാണ് ഈ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേഷനിൽ ഡൂമിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം. സീക്രട്ട് വാർസിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ലീക്ക് ആയി നിങ്ങൾ അന്നേ കണ്ടിട്ടുണ്ടാവും. സോ അതിലെല്ലാം മൊത്തത്തിൽ ഒരു രാജഭരണ വൈബാണ് കിട്ടുന്നത്. അതായത് ഡൂം തന്റെ ആ ഒരു ബാറ്റിൽ വേൾഡ് എന്ന് പറയുന്നത് മൊത്തം ഒരു പാലസ് സെറ്റപ്പ് ഒക്കെ ഒരു കാസ്റ്റിൽ പരിപാടികളൊക്കെ ഉള്ള ഒരു രാജഭരണ മോഡിലാണ് കൊണ്ടുപോകുന്നത്. സോ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോസിനെല്ലാം ഡൂമാണ് അവരുടെ കിങ് എന്നും ഡൂമിന്റെ കീഴിലാണ് തങ്ങൾ നിൽക്കേണ്ടതെന്നും ഡൂമാണ് തങ്ങളെ രക്ഷിച്ചതെന്നുള്ള ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് അവരുടെ ഒരു മൈൻഡിൽ ഫിക്സ് ആവണമെങ്കിൽ ഇവിടെ വാണ്ടയുടെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവശ്യം വരും. വാണ്ടയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഫാമിലിയുടെ ഒപ്പമുള്ള ഒരു സൗകര്യ ജീവിതമാണ്. സോ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വീക്ക് പോയിന്റ് വാണ്ടയ്ക്കുള്ളപ്പോൾ ഡൂമിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഒരു മാനിപ്പുലേറ്റിംഗ് സ്കില്ലിലൂടെ ഡൂം വാണ്ടയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു കാര്യം സാധിച്ചെടുക്കുന്നതായിരിക്കണം. യെസ് ഗൈസ്, അങ്ങനെ ഈ ഒരു തിയറി കറക്റ്റ് ആവുകയാണെങ്കിൽ വാണ്ടയുടെ ആ ഒരു സ്പെല്ലിന്റെ ബലത്തിലായിരിക്കണം മൊത്തം ആൾക്കാരെയും ഡൂം കൺട്രോൾ ചെയ്യുന്നത്. അഥവാ ആ ഒരു സൂപ്പർ ഹീറോസിനൊന്നും താങ്കൾ ആരാണ് എവിടെ നിന്നാണ് വന്നതെന്നൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സ്പെല്ല് കൊണ്ടായിരിക്കണം. അങ്ങനെ താൻ കൊന്നു തള്ളിയ ആൾക്കാരെ എല്ലാം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെയൊക്കെ കിങ് ആയിട്ട് തന്റെ ബദ്ധ ശത്രുവായിട്ടുള്ള റീഡ് റിച്ചാർഡ്സിന്റെ ഫാമിലിനെ സ്വന്തം ഫാമിലി ആക്കിയിട്ട് ഡൂം അവിടെ വാഴുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഡാർക്കാണ്. ആർ ഡി ജെ ഡോക്ടർ ഡൂം വില്ലനിസം പീക്കായിരിക്കും ചുമ്മാ. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു തിയറിയുടെ പോക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാണ്ട പടച്ചു വെച്ചേക്കുന്ന ഈ ഒരു സ്പെല്ലിൽ നിന്ന് സൂപ്പർ ഹീറോസിനെ വിടുവിച്ചാൽ മാത്രമേ സീക്രട്ട് വാർസിൽ ഇവർക്ക് ഈ ഒരു സൂപ്പർ ഹീറോസിന് ഡൂമിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഡൂമിന്റെ ഈ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേഷന്റെ ഇടയ്ക്ക് കുറച്ച് സൂപ്പർ ഹീറോസ് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഒരു ഷിപ്പിൽ കയറിയിട്ട് ഈ ഒരു ടി വി ഉണ്ടാക്കി വെച്ചൊരു ഷിപ്പ് ഉണ്ടായിരിക്കും. സോ അതിൽ കയറി കുറച്ച് സൂപ്പർ ഹീറോസ് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. സ്പൈഡർമാൻ അടക്കമുള്ള ചില പെരിയ തലകളാണ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. സോ അവർക്ക് മാത്രം പക്ഷെ ഡൂമിനെതിരെ തിരിയാനായിട്ട് പറ്റത്തില്ല. അവർക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യങ് അവഞ്ചേഴ്സ് വരും എന്നുള്ളൊരു രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യങ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ആ ഒരു മിസ് മാർവൽ പിന്നെ ഒരു ഹോക്കയുടെ ലേഡി വേഴ്സൺ ഉണ്ടല്ലോ, ലേഡി ഹോക്കയാ പുള്ളിക്കാരിയൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ടീമില്ലേ, ആ ഒരു ടീമിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഐ നോ ഇങ്ങനെ വലിയൊരു ഡൂംസ്ഡേ ഇവന്റ് നടക്കുന്ന സമയത്ത് ഈ കുട്ടിപ്പിള്ളേരെ കൊണ്ടുവന്നിട്ടാണ് ഡൂമിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറക്കി വിടുന്നത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് ഈ തിയറി കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ബട്ട് അതാണ് ഹാർഡ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഇനി ഈ ഒരു മാർവലിന്റെ ഈ സീക്രട്ട് വാർസ് പടം കൂടി കഴിഞ്ഞാൽ മൊത്തം മാർവൽ റീബൂട്ട് ചെയ്യാൻ പോകാണെന്നുള്ളൊരു കാര്യം ഓൾറെഡി എല്ലാവരും അറിഞ്ഞ കാര്യമാണല്ലോ. സോ അതുകൊണ്ട് തന്നെ പിന്നെ ഈ കുട്ടിപ്പിള്ളേരുടെ
ഈ ഒരു ജനറേഷൻ ആയിരിക്കും അടുത്ത മാർവലിന്റെ മെയിൻ ഇവന്റ്സിൽ കയറി വരാനായിട്ട് പോകുന്നത്. സോ അതിനു മുമ്പേ അവർക്ക് ചെറിയൊരു ബൂസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ മാർവലിന്റെ ഒരു മെയിൻ ഇവന്റ് ഒരു 2020 പരിപാടിയായിട്ടുള്ള ഈ ഒരു സീക്രട്ട് വാർസിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടേ. സോ ആ ഒരു ഗതിക്കാണ് ഈ ഒരു സീക്വൻസിൽ അവരെ കൂടെ ഉൾപ്പെടുത്താൻ പോകുന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് ഈ ഒരു തിയറി ശരിവെക്കുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ഒരു കോൺസെപ്റ്റായിട്ട് ലീക്കായ സമയത്ത് ഞാൻ പറഞ്ഞില്ല, മൊത്തം ഒരു രാജഭരണം വൈബിലായിരുന്നു ആ ഒരു ക്യാരക്ടേഴ്സിനെ എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ലീക്കായിട്ടുള്ള ഡൂമിന്റെ പിക്കാണെങ്കിലും വാണ്ടയുടെ പിക്കാണെങ്കിലും ഹൾക്കിന്റെ പിക്കാണെങ്കിലും ആ ഒരു സ്റ്റോമിന്റെ പിക്കാണെങ്കിൽ പോലും ഏതൊരു ക്യാരക്ടറിനെ ആയാലും ആ ഒരു രാജഭരണ സെറ്റപ്പിലാണ് അവരുടെ ഡ്രസ്സിങ്ങും പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അന്നേ ഈ ഒരു ന്യൂ അവഞ്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പിക്ക് നിങ്ങൾ സെർച്ച് ചെയ്യാൻ മനസ്സിലാവും. അതിലെ ക്യാരക്ടേഴ്സ് അവരുടെ ആ ഒരു സ്യൂട്ട് ഇട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു മിസ് മാർവലിന്റെ കയ്യിലാണെങ്കിൽ ആ ഒരു ബാംഗിൾസ് കാണാം, പിന്നെ ആ ഒരു ഹോക്കയുടെ ലേഡി വേർഷൻ നമ്മുടെ ഹോക്കയുടെ പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതൊക്കെ കാണാം. സോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ പാസ്റ്റ് മറന്നിട്ടില്ല. അവർ വേറെ എവിടെയോ സേഫ് ആയിട്ടിരുന്നതിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവർ ആ ഒരു ടൈമിൽ എവിടെ പോയാണ് ഒളിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സ്പൈഡർമാൻ്റെ ടീം ഒളിച്ചിരുന്ന ആ ഒരു ടിവിയുടെ ബേസിൽ വന്നിട്ടുള്ള ആ ഒരു ഷിപ്പിൽ എന്തായാലും ഇവർ കയറിയിട്ടില്ല. സോ പിന്നെ ഒരു ചാൻസ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്മാൻ്റെ മോളും ഈ ഒരു ടീമിലുണ്ടല്ലോ. സോ പുള്ളിക്കാരിക്ക് ഓൾറെഡി ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ പടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ക്വാണ്ടം റെലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ പറ്റിയിട്ടും അവിടെയുള്ള പരിപാടികളെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരിക്ക് ഒരു ഏകദേശ ധാരണയുണ്ട്. സോ പുള്ളിക്കാരി അതുകൊണ്ട് തന്നെ ഡൂമിന്റെ ഈ ഒരു കൊല്ലാക്കൊല ചെയ്യുന്ന സമയത്ത് തന്റെ ടീമിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർത്തിട്ട് ഈ ഒരു ക്വാണ്ടം റെലത്തിൽ പോയി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു തിയറിയാണ് കറങ്ങി നടക്കുന്നത്. ഇത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു കാവ്യനീതിയും കാണാനായിട്ട് പറ്റും. കാവ്യനീതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ക്വാണ്ടം റെലത്തിൽ ട്രാപ്പായി കിടക്കുന്ന സമയത്തായിരിക്കും ഇൻഫിനിറ്റി വാറിലെ ആ ഒരു താനോസ് സ്നാപ്പ് ചെയ്യുന്ന ഇവന്റിൽ നിന്ന് നമ്മുടെ ആൻഡ്മാൻ രക്ഷപ്പെട്ടിട്ട് പിന്നെ എൻഡ് ഗെയിമിൽ തിരിച്ചു വരുന്ന പോലെ ആൻഡ്മാൻ മൊത്തത്തിൽ എൻഡ് ഗെയിമിൽ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കും എൻഡ് ഗെയിമിൽ മെയിനായിട്ട് കണ്ടിട്ടുണ്ടാവും. സെയിം തന്നെ ഇവിടെ ആൻഡ്മാന്റെ മോള് ആ ഒരു ഡൂംസ്ഡേയുടെ വലിയൊരു ഇവന്റിൽ നിന്ന് ആ ഒരു സ്വന്തം ടീമിനെ മൊത്തം ആ ഒരു ക്വാണ്ടം റെലത്തിൽ കൊണ്ടുപോയി രക്ഷിച്ചിട്ട് അതിനുശേഷം സീക്രട്ട് വാർസിൽ എല്ലാം കൂടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ ഒരു ടീമിനെല്ലാം ഒരുമിച്ച് ചേർത്ത് സീക്രട്ട് വാർസിലെ മെയിൻ ഒരു ഫൈറ്റിന് തിരികൊളുത്തുന്ന രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് പോയിറ്റിക്. തിരിച്ചു വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് വാണ്ടയുടെ ആ ഒരു സ്പെല്ലിൽ നിന്ന് എല്ലാവരും രക്ഷിക്കുന്നവരെ ആയിരിക്കും മെയിനായിട്ട് യങ് അവഞ്ചേഴ്സിന്റെ കളികൾക്ക് സ്ഥാനമുള്ളൂ. അതിനുശേഷം ഡൂമിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ മെയിൻ ടീംസിനെ തന്നെ ഇറക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാൻസിന്റെ അടി വാങ്ങാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇത് കേട്ടിടത്തോളം ഈ ഒരു പ്ലോട്ട് അത്യാവശ്യം ഒരു മെനയുള്ള പോലെ എനിക്ക് തോന്നി. ഒരു യങ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിനെ തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. സോ ആ ഒരു ഗതിക്ക് ഈ ഒരു രീതിക്ക് അവരെ ആ ഒരു പ്ലോട്ടിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ അവർക്കും ഒരു ചാൻസ് കൊടുക്കുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളാം. സോ മൊത്തത്തിൽ ഈ ഒരു പ്ലോട്ടും തിയറീസും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഡൂംസ്ഡേയിൽ ഡൂം കൊടുത്തതിൻ്റെ ഒരു 10-20 ഇരട്ടിയെങ്കിലും തിരിച്ച് വാങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് സീക്രട്ട് വാർസിൽ. എന്നാൽ പോലും ആ ഒരു ഡൂമിൻ്റെ ക്യാരക്ടറിനെ ആ ഒരു ഗെത്ത് വിടാതെ തന്നെ പോർട്രേ ചെയ്യാനായിട്ട് റൂസോ ബ്രദേഴ്സിന് പറ്റട്ടെ. സോ വാണ്ടയുടെ ഡൂംസ്ഡേ റൂളിനെ പറ്റിയിട്ട് മെയിനായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ഒരു എൻഡിങ് കൊടുത്തു വന്നാൽ പോലും അത് കുറച്ചുകൂടെ മെനയുള്ള ഒരു എൻഡിങ് വാണ്ട ഡിസേർവ് ചെയ്യുന്നത് തന്നെയാണ് പേഴ്സണലി എനിക്കും തോന്നുന്നത്. സോ ഈ ഒരു രീതിക്ക് പ്ലോട്ടിൽ വാണ്ടയെ കൊണ്ടുവരികയാണെങ്കിൽ അത്യാവശ്യം ഒരു വൃത്തിയുണ്ട്. സോ എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത് അതെല്ലാം നോക്കാം. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. വാണ്ടയെ ഏതൊരു രീതിക്ക് ആ ഒരു ഡൂംസ്ഡേയിൽ കൊണ്ടുവരുന്നത് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളൊരു കാര്യങ്ങളും ഈ ഒരു രീതിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യങ്ങളും മൊത്തത്തിൽ ഡൂംസ്ഡേയിൽ ഡൂമിൻ്റെ ആ ഒരു അപ്പിയറൻസ് പരിപാടികളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് തന്നെ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.